ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നമുക്ക് ഇന്നത്തെ വീഡിയോസിൽ നമുക്ക് നാളത്തെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഏതൊക്കെയായിരിക്കും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോൺ ഏതൊക്കെയായിരിക്കും എന്നുള്ളത് നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് നിഫ്റ്റിയുടെ ഇൻഡെക്സ് ചാർട്ട് ഓപ്പൺ ചെയ്യാം. ഇതിന് ആക്ച്വലി ഡേ ലെവൽ ട്രെൻഡാണ് ഞാൻ എടുത്തേക്കുന്നത്. നിഫ്റ്റിയുടെ ഡേ ലെവൽ ട്രെൻഡിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ലാസ്റ്റ് ഒരു ഫോം ചെയ്തേക്കുന്ന ക്യാൻഡിൽ നോക്കുമ്പോൾ ഒരു പെർഫെക്റ്റ് ഡോജി ക്യാൻഡിൽ, ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ് നമുക്ക് ഫോം ചെയ്തേക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലോട്ട് പോകണോ അതോ താഴോട്ട് പോകണോ, ഫോളോ ചെയ്യണോ അതോ വീണ്ടും അപ് ട്രെൻഡ് തന്നെ കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ള ഒരു ഇൻഡിസിഷൻ ആണ് മാർക്കറ്റിനുള്ളത്. ഓക്കെ, നമുക്ക് ഇനി ഒരു ഹയർ ടൈം ഫ്രെയിം എന്ന് വെച്ചാൽ ഡേ ലെവൽ കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നമുക്ക് 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 50 മിനിറ്റ്സിന്റെ ചാർട്ട് എടുക്കുവാണെങ്കിൽ നമുക്കൊരു ക്ലിയർ ഇൻഡിക്കേഷൻ നമുക്കുണ്ടാവും എവിടുന്നാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുന്നത് അല്ലെങ്കിൽ എവിടുന്നാണ് മാർക്കറ്റ് റെസിസ്റ്റന്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇതിനകത്ത് ഇപ്പം ഞാൻ 30 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിനകത്ത് ഞാൻ ഓൾറെഡി കഴിഞ്ഞ ആഴ്ച നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഓൾറെഡി എൻ്റെ ഇതിനകത്തുണ്ട്. ഇതാണ് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇതൊക്കെയാണ് നമ്മുടെ സപ്പോർട്ട് സോൺ. ഈ ഗ്രീൻ ബോക്സ് ഒക്കെയാണ് നമ്മുടെ സപ്പോർട്ട് സോൺ ആയിട്ട് വരുന്നത്. ഈ ഓറഞ്ച് ബോക്സ് ആക്ച്വലി ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മളിത് ഈ ഒരു റേഞ്ച് വെച്ചിട്ട് നമ്മളൊരു സപ്പോർട്ട് സോൺ ആയിട്ട് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് 29th മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കിനും ആ സോൺ ബ്രേക്ക് ചെയ്തു. അവിടുത്തെ സപ്പോർട്ട് സോൺ എന്തായി, നമുക്കിപ്പോൾ റെസിസ്റ്റൻസ് സോൺ ആയി. ഇതായിരിക്കും നമ്മുടെ ഇനി നെക്സ്റ്റ് നമ്മുടെ റെസിസ്റ്റൻസ് സോൺ ആയിട്ട് വരുന്നത്. ഏറ്റവും തൊട്ടടുത്തുള്ള റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് ഈ ഒരു ലെവലായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 21,737 തൊട്ട് 21,758 വരെ. അതുപോലെ തന്നെ നമുക്ക് സപ്പോർട്ട് സോൺ ആയിട്ട് വന്നേക്കുന്ന കഴിഞ്ഞ ദിവസത്തെ സെയിം സപ്പോർട്ട് സോൺ തന്നെയാണ് നമുക്ക് ഇത്തവണയും സപ്പോർട്ട് സോൺ ആയിട്ട് ഫസ്റ്റ് സപ്പോർട്ട് സോൺ ആയിട്ട് വരുന്നത്. എന്ന് വെച്ചാൽ 21,677 തൊട്ട് 21,696. ഓക്കെ, ഇതാണ് നമുക്ക് എപ്പോഴും ഒരു സപ്പോർട്ട് സോൺ ആൻഡ് റെസിസ്റ്റൻസ് സോൺ എടുക്കണമെങ്കിൽ നമുക്ക് ഒരു ഹയർ ടൈം ഫ്രെയിം 15 അല്ലെങ്കിൽ 30 മിനിറ്റ്സ് എടുക്കുമ്പോഴായിരിക്കും നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു റിജക്ഷൻ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും 30 മിനിറ്റ്സിൽ നമ്മൾ എടുത്ത് ഒരു സപ്പോർട്ട് സോൺ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇൻ കേസ് മാർക്കറ്റ് ഇനി ഒരു ഗ്യാപ്പ് അപ്പ് തന്നിട്ട് മാർക്കറ്റ് ഓപ്പൺ ആവുകയാണെങ്കിൽ നമുക്ക് ഈ നമ്മുടെ ഓൾ ടൈം ഹൈ നമുക്കൊരു റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് ആക്ട് ചെയ്യും. ബേസ്ഡ് ഓൺ ഇവിടെ നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസ് സോണിൽ വന്നു കഴിയുമ്പോഴത്തേക്കിനും മാർക്കറ്റ് അവിടുത്തെ പ്രൈസ് ആക്ഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കണം. മാർക്കറ്റ് ചിലപ്പം അവിടുന്ന് ഫോളോ ചെയ്യാനാണോ സാധ്യത, അല്ലെങ്കിൽ അവിടുന്ന് തന്നെ വീണ്ടും അപ് ട്രെൻഡ് കണ്ടിന്യൂ ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ ബേസ് ചെയ്തിട്ട് വേണം നമുക്ക് അടുത്ത ട്രേഡ് എടുക്കാൻ. ഓക്കെ, ഈ ഒരു സോണിൽ നമുക്ക് ട്രേഡ് എടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. ആ ഒരു സോണിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് ഒരു സ്മോളർ ടൈം ഫ്രെയിം, ഒരു 1 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റിന്റെ ടൈം ഫ്രെയിമിൽ നമ്മൾ ഇട്ട് നോക്കി കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ക്ലിയർ ഒരു ഇൻഡിക്കേഷൻ നമുക്ക് കിട്ടും മാർക്കറ്റ് ഇനി എന്താണ് ആ സോണിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. നമ്മളൊരു ഓവറോൾ നമ്മൾ പറയുവാണെങ്കിൽ ഇതായിരിക്കും നമ്മുടെ സപ്പോർട്ട് സോൺ. ഇവിടെ വരുമ്പോഴത്തേക്കും മാർക്കറ്റ് എന്തായാലും ഈ ഒരു സോണിനെ സപ്പോർട്ട് ചെയ്തിട്ട് മാർക്കറ്റ് വീണ്ടും ഇവിടെ ബയേഴ്സ് ആക്റ്റീവ് ആയിട്ടുള്ള ബയേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സോണിന് നമുക്ക് സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും മാർക്കറ്റ് ഒരു അപ് ട്രെൻഡ് തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇൻ കേസ് ഇനി മാർക്കറ്റ് ഇവിടെ സോണിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല ഉണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ ഫോളോ ചെയ്യുകയാണെങ്കിൽ അടുത്ത നമുക്ക് നെക്സ്റ്റ് സപ്പോർട്ട് സോൺ ആയിട്ട് ബയേഴ്സ് ആക്റ്റീവ് ആയിട്ട് ആകാൻ സാധ്യതയുള്ള സോൺ എന്ന് പറയുന്നത് 21,500 തൊട്ട് 21,542 വരെയുള്ള റേഞ്ചാണ്. ഓക്കെ, ഈ സോണൊക്കെ മാർക്കറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 21,677 തൊട്ട് 21,696 വരെയുള്ള റേഞ്ച് നമുക്ക് നല്ലൊരു സപ്പോർട്ട് സോൺ ആയിട്ട് ആക്റ്റീവ് വന്നു. എക്സാക്ട്ലി നമുക്ക് ഇവിടുത്തെ ഈ ഒരു ക്യാൻഡിലായിരുന്നു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ക്യാൻഡിലിന്റെ ലോ നമ്മൾ നോക്കുവാണെങ്കിൽ 21,676.90 എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് എക്സാക്ട്ലി നമുക്കൊരു 21,677 തന്നെയാണ് മാർക്കറ്റ് ലോ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അത് തന്നെയാണ് നമ്മളിവിടെ ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇതാണ് നമ്മൾക്ക് നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോൺ. ഓക്കെ, ഇനി ബാങ്ക് നിഫ്റ്റിയുടെ നമുക്ക് നോക്കുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിഫ്റ്റി ആക്ച്വലി ഒരു 30 മിനിറ്റ്സിന്റെ ടൈം ഫ്രെയിം നോക്കുമ്പോഴത്തേക്കിനും ഒരു ഡബ്ല്യു ഷേപ്പ് പാറ്റേൺ ആണ് വന്നേക്കുന്നത്. എന്ന് വെച്ചാൽ മാർക്കറ്റ് ഇവിടുന്ന് ഈ പ്രീവിയസ് സ്വിങ്ങിന്റെ ലോ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് വീണ്ടും താഴെ വന്നു. പക്ഷെ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അവിടുന്ന് വീണ്ടും മാർക്കറ്റ് അപ് ട്രെൻഡിലോട്ട് പോയിട്ട് ഈ അന്നത്തെ ഡേ ഹൈ എന്ന് വെച്ചാൽ 29th ഡിസംബറിന്റെ ഡേ ഹൈ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അവിടുന്ന് വീണ്ടും സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആയി ഇതിന്റെ ലോ ബ്രേക്കും ചെയ്തിട്ടില്ല. ഇത് ഒരു സിഗ്സാഗ് ആയിട്ടാണ് മാർക്കറ്റ് 29th ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ വന്നേക്കുന്നത്. നമുക്ക് മാർക്കറ്റ് നിഫ്റ്റിയിൽ നമുക്ക് മാർക്കറ്റ് ഒരു ബുള്ളിഷ് ആണോ അല്ലെങ്കിൽ ബിയറിഷ് ആണോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു കൺസോൾട്ടേറ്റ് റേഞ്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടുത്തെ ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിലാണ്. പക്ഷേ ബാങ്ക് നിഫ്റ്റി നമ്മൾ നോക്കുമ്പോഴത്തേക്കിനും ബാങ്ക് നിഫ്റ്റി പ്രീവിയസ് ഡേയുടെ ലോ ബ്രേക്ക് ചെയ്തു.
ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും അവിടെ ഒരു ഒരു റെസിസ്റ്റൻസ് സോൺ അതിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പൊ മാർക്കറ്റ്, ഇപ്പൊ നാളത്തെ കേസിൽ നമുക്ക് മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ആണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയ 48,632 തൊട്ട് 48,550 വരെ ഉള്ള റേഞ്ച് നമുക്ക് അതൊരു റെസിസ്റ്റൻസ് സോൺ ആയിട്ട് ആക്ട് ചെയ്യും. ഇൻ കേസ് മാർക്കറ്റിംഗ് സൈഡ് വേസോ അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ആണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു റേഞ്ച് എന്ന് വെച്ചാൽ 48,268 തൊട്ട് 48,385 വരെയുള്ള റേഞ്ച് നമുക്ക് ഒരു റെസിസ്റ്റൻസ് സോൺ ആയിട്ട് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ സപ്പോർട്ട് സോൺ ആയിട്ട് വരുമ്പോഴത്തേക്കിന് നമുക്ക് 27th നമുക്ക് ക്രിയേറ്റ് ചെയ്ത ഒരു ലോ ഉണ്ട്, അതായിരിക്കും നമുക്ക് സപ്പോർട്ട് സോൺ ആയിട്ട് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് സപ്പോർട്ട് സോൺ ആയിട്ട് വരുന്നത് ഇത് 47,341 തൊട്ട് 47,464 വരെയുള്ള റേഞ്ച് ആണ് നമുക്ക് സെക്കൻഡ് സപ്പോർട്ട് സോൺ ആയിട്ട് നമുക്ക് വരുന്നത്. സോ ഈ ബാങ്ക് നിഫ്റ്റിയുടെ കേസ് നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ആ ഹൈ ബ്രേക്ക് ചെയ്തിട്ടാണ് 29th ഡിസംബറിന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തേക്കുന്നത്. ഓപ്പൺ ചെയ്തിട്ട് ഒരു ഫോളോ വന്നു, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു അപ് ട്രെൻഡ് ഉണ്ട്, ചെറിയൊരു പുൾ ബാക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു, വീണ്ടും ആ ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ലോയും ബ്രേക്ക് ചെയ്തിട്ടാണ് വീണ്ടും മാർക്കറ്റ് താഴോട്ട് വന്നിട്ട്, പക്ഷെ ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചു നോക്കുവാണെങ്കിൽ ഇതാണ് ഈ ഒരു സ്വിംഗ് വന്നിട്ട് ഇത് ലോ ക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും മേളിലോട്ട് പോയിട്ടുണ്ട്, പക്ഷെ ഇതാണ് ഇതിന്റെ ഹൈ. ഇതിന്റെ ഹൈ ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും ഈ ലോയിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴോട്ട് വന്നേക്കുന്നത്. അപ്പൊ ഈ ലോ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് വന്നേക്കുന്നത്, പക്ഷെ ഈ ഒരു ഹൈ മാർക്കറ്റിന് ബ്രേക്ക് ചെയ്തിട്ട് അവിടെ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പം ഈ ഒരു ഹൈ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു ഹൈ ആയിട്ട് എടുക്കാൻ പറ്റും. ഈ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൈ ആയിട്ട് എടുക്കാൻ പറ്റും. ഈ ഒരു ഹൈ മാർക്കറ്റ് വീണ്ടും പുൾ ബാക്ക് ഉണ്ടായപ്പോഴത്തേക്കും മാർക്കറ്റ് വീണ്ടും അതിനെ ബ്രേക്ക് ചെയ്യാൻ മാർക്കറ്റിന് പറ്റിയിട്ടില്ല. സോ അതൊരു നെഗറ്റീവ് സെന്റിമെന്റ് ആണ് ഇപ്പം ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കുള്ളത്. സോ സെയിം നമുക്ക് ഇപ്പം ചാർട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്ക് നോക്കുവാണെങ്കിൽ ഇത് ബാങ്ക് നിഫ്റ്റിയുടെ വീക്ക്ലി ആണ്. സോ വീക്ക്ലി നോക്കുമ്പോഴത്തേക്കും PCR 0.77 ആണ് നിൽക്കുന്നത്. സോ ഇത് 29th ഡിസംബറിന് മാത്രമുള്ള ചേഞ്ചസ് ആണ്. സോ അതിനകത്ത് നോക്കുമ്പോൾ കോൾ റേറ്റിംഗ് ആണ് ഏറ്റവും കൂടുതൽ വന്നേക്കുന്നത്. 89 lakhs ആണ് കോൾ റേറ്റിംഗ് വന്നേക്കുന്നത്, പക്ഷെ അതിന്റെ നേരെ പകുതിയേ ഉള്ളൂ പുട്ട് റേറ്റിംഗ് വന്നിട്ടുള്ളത്. സോ അതുപോലെ തന്നെ നമുക്ക് വീക്ക്ലിയുടെ നോക്കുവാണെങ്കിൽ 3rd ജാനുവരി ആണ് നമുക്ക് ഈ ആഴ്ചത്തെ എക്സ്പയറി വരുന്നത്. വെനസ്ഡേ ആണ് നമുക്ക് എക്സ്പയറി വരുന്നത്. സോ ഇതിനകത്ത് നമുക്ക് നോക്കുമ്പോഴത്തേക്കിനും PCR 0.8 ആണ്. സോ ഇതിന്റെ കോൾ റേറ്റിംഗ് ആണ് കൂടുതലുള്ളത്, 1.7ഉം 1.34ഉം. അത്രയ്ക്കും കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല, ബട്ട് 29th ബേസിസ് മാത്രം നോക്കുവാണെങ്കിൽ കോൾ റേറ്റിംഗ് ഭയങ്കര കൂടുതലായിരുന്നു. അതുപോലെ തന്നെ നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ട് നമുക്ക് നോക്കുവാണെങ്കിൽ നിഫ്റ്റിക്കകത്തും അതുപോലെ തന്നെ ചെറിയൊരു കോൾ റൈറ്റിംഗ് ഇച്ചിരി കൂടുതലായിരുന്നു. ചെറിയൊരു നെഗറ്റീവ് സെന്റിമെന്റ്സ് ഉണ്ട് നിഫ്റ്റിക്കകത്ത്, കോൾ സൈഡിൽ റൈറ്റിംഗ് കൂടുതലായിരുന്നു. ഇനി അതുപോലെ തന്നെ വീക്ക്ലി ചാർട്ട് നോക്കുമ്പോഴത്തേക്കിനും ഓൾമോസ്റ്റ് 0.8 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബുള്ളിഷ് ഒന്നും പറയാൻ പറ്റത്തില്ല, ബിയറിഷ് ഒന്നും പറയാൻ പറ്റാത്ത ഒരു റേഞ്ചിലാണ് നമുക്ക് നിഫ്റ്റി നിൽക്കുന്നത്. പക്ഷെ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഏകദേശം ഒരു നെഗറ്റീവ് സെന്റിമെന്റ് ആണ് ബാങ്ക് നിഫ്റ്റിക്കകത്ത് കാണുന്നത്. ഓക്കെ, സോ ഈ ഒരു ലെവൽസും കാര്യങ്ങളെല്ലാം നിങ്ങൾ നാളെ ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇനി ഫ്യൂച്ചേഴ്സിന്റെ ചാർട്ട്, ഇപ്പം കഴിഞ്ഞ ആഴ്ചത്തെ നമുക്ക് ബാക്കിയുള്ള ഇൻഡെക്സ് നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ഇൻഡെക്സും തന്നെ നെഗറ്റീവിലാണ് നമുക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ടാകുന്നത്. ഓക്കെ, സോ ഇനി ഫ്യൂച്ചേഴ്സിന്റെ ചാർട്ട് നിഫ്റ്റിയുടെ ഫ്യൂച്ചേഴ്സിന്റെ ചാർട്ട് നോക്കുമ്പോഴത്തേക്കും നിഫ്റ്റി നമുക്ക് ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു ഓപ്പൺ ഉണ്ടായിരുന്നത്, പക്ഷെ നമുക്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചേഴ്സ് നമുക്ക് ഗ്യാപ്പ് അപ്പ് ആയിരുന്നു ഓപ്പൺ ഉണ്ടായിരുന്നത്, പക്ഷെ ആ പ്രീവിയസ് ഡേയുടെ ഇത് ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല. സോ നിഫ്റ്റി ഫ്യൂച്ചേഴ്സിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്കിനും ഈ ഒരു ഏരിയയൊക്കെ ആയിരിക്കും നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 21,900 തൊട്ട് 21,936 വരെയുള്ള റേഞ്ച് ആയിരിക്കും നമുക്ക് റെസിസ്റ്റൻസ് സോൺ ആയിട്ട് വരുന്നത്. സോ ഇതിന്റെ സപ്പോർട്ട് സോൺ ആയിട്ട് വരുന്നത് 71,732 തൊട്ട് 21,732 തൊട്ട് 21,766 വരെ. സോ ഈ റേഞ്ചുകളൊക്കെ ആയിരിക്കും നമുക്ക് ഇത് റെസിസ്റ്റൻസും ഇത് സപ്പോർട്ട് സോൺ ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത് നിഫ്റ്റി ഫ്യൂച്ചേഴ്സിൽ. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചേഴ്സ് നോക്കുവാണെങ്കിലും ഇത് തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിലും നമുക്ക് കഴിഞ്ഞ ദിവസം ഗ്യാപ്പ് അപ്പ് ആയിരുന്നു ഓപ്പൺ ഉണ്ടായിരുന്നത് ഫ്യൂച്ചേഴ്സിൽ, പക്ഷെ ഇൻഡെക്സിൽ അങ്ങനെ അല്ലായിരുന്നു, ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു. ഫ്യൂച്ചേഴ്സ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാപ്പ് അപ്പ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ അതിന്റെ ബേസിസിൽ നമുക്ക് ഈ ഒരു സോണൊക്കെ ആയിരിക്കും 48,621 തൊട്ട് 48,757 വരെയുള്ള റേഞ്ച് ആയിരിക്കും നമ്മുടെ റെസിസ്റ്റൻസ് സോൺ ആയിട്ട് വരുന്നത്. സപ്പോർട്ട് സോൺ ആയിട്ട് വരുന്നത് 48,353 ആൻഡ് 48,425. ഈ ഒരു റേഞ്ച് ആയിരിക്കും നമുക്ക് സപ്പോർട്ട് സോൺ ആയിട്ട് വരുന്നത്, ഫസ്റ്റ് സപ്പോർട്ട് സോൺ. സെക്കൻഡ് സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 47,915 തൊട്ട് 48,018 വരെ. സോ ഇതായിരിക്കും നമുക്ക് സെക്കൻഡ് സപ്പോർട്ട് സോൺ ആയിട്ട് വരുന്നത്.
ഓക്കെ. സോ ഈ സോണിലൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഈ സോണിൽ എന്താണ് മാർക്കറ്റ് നമ്മളോട് പ്രൈസ് ആക്ഷന് കാണിക്കുന്നത്, അത് നോട്ട് അത് അത് നോക്കിയിട്ട് വേണം നമുക്ക് ട്രേഡിലോട്ട് എൻ്റർ ചെയ്യാൻ. സോ ബ്രേക്ക്ഔട്ടിലാണ് വരുന്നതെങ്കിൽ ബ്രേക്ക്ഔട്ട് ആണ് വരുന്നതെങ്കിൽ അത് നോക്കിയിട്ട് നമുക്ക് ട്രേഡ് എടുക്കുക. ഇനി അതല്ലെങ്കിൽ മാർക്കറ്റ് അവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, സപ്പോർട്ട് അല്ലെങ്കിൽ അവിടെ റെസ്പെക്ട് നമ്മൾ പറഞ്ഞ ലെവൽ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ട്രേഡ് എടുക്കുക. ഓക്കെ. സോ ഇതാണ് എൻ്റെ ഒരു അനാലിസിസ്. സോ ഇനി ട്രേഡ് എടുക്കുന്നത് നിങ്ങൾ ആ സമയം ആ ഒരു സോണിൽ വരുമ്പോൾ പ്രൈസ് ആക്ഷൻ എങ്ങനെയാണോ നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ ട്രേഡ് എടുക്കുക. ഓക്കെ. എല്ലാവർക്കും ഈ ലെവൽസ് ഒക്കെ കൊണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാപ്പി ന്യൂ ഇയർ.